Hello everyone, so welcome back to my class. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂളിലെ ഡി സി മോട്ടോഴ്സ്. ഡി സി മോട്ടോഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച പോലെ ഡി സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ്. പിന്നെ ചെറിയ മാറ്റമേ ഉള്ളൂ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലായാലും. അപ്പോൾ നമുക്കിന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഡി സി മോട്ടോർ ഇസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. And when a current carrying conductor is placed in a magnetic field, it experiences a mechanical force whose direction is given by Fleming's left hand rule. അതായത് ഡി സി മോട്ടോർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുന്ന ഒരു മെഷീനാണ്. ഒരു നമ്മൾ ഡി സി ജനറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇനി എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? നമ്മൾ 3 ഫിംഗേഴ്സ് ആണ് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയാലും റൈറ്റ് ഹാൻഡ് റൂൾ ആയാലും കൺസിഡർ ചെയ്യാറ്. ഒന്ന് ഫോർ ഫിംഗർ, ഒന്ന് മിഡിൽ ഫിംഗർ, ഒന്ന് തമ്പ് ഫിംഗർ. അത് മൂന്നും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ മൂന്നെണ്ണം നമ്മൾ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? മൂന്നും റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ആയിട്ടുള്ള പൊസിഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നമ്മളുടെ മിഡിൽ ഫിംഗർ ഇതിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം മിഡിൽ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്, തമ്പ് ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ആൻഡ് ദ എന്താ പറയാ നമ്മളുടെ ഫോർ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം 3 ഫിംഗേഴ്സിന്റെ ഓരോ ഡയറക്ഷനാണ്. നമ്മളുടെ തമ്പ് ഫിംഗർ തരുന്നത് മോഷൻ ഓഫ് കണ്ടക്ടർ ആണ്. പിന്നെ ഫോർ ഫിംഗർ കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മിഡിൽ ഫിംഗർ കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ കാണിച്ചപ്പോൾ ഞാൻ അതിന്റെ ഫിഗറും എല്ലാം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ principle of working of DC motor. When its field magnets are excited, the armature conductors are supplied with current from the supply mains and they experience a force tending to rotate the armature. അതായത് ഫീൽഡ് മാഗ്നറ്റ്സ് എക്സൈറ്റഡ് ആയിട്ട് തുടങ്ങുമ്പോൾ ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സിലേക്ക് കറണ്ട് വരും നമ്മളെ മെയിൻ സപ്ലൈയിൽ നിന്നും. അത് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് കാരണമാണ് നമ്മളുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുക. The armature conductors under the end poles are assumed to carry downwards and those under south poles are to carry current the upwards. അതായത് നോർത്ത് പോളിലുള്ള ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ടിനെ ഡൗൺവേർഡ് ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്. സൗത്ത് പോളിലുള്ള ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ടിനെ അപ്വേർഡ് ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്. By applying Fleming's left hand rule, the direction of force on each conductor can be found. അതായത് നോർത്ത് പോളിലുള്ള ആർമേച്ചർ കണ്ടക്ടറിന്റെയും സൗത്ത് പോളിലുള്ള ആർമേച്ചർ കണ്ടക്ടറിന്റെയും ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ഏത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. It is shown by small arrows and it will be seen that each conductor experiences a force which tends to rotate the armature in anti-clockwise direction. രണ്ട് ആർമേച്ചർ കണ്ടക്ടറിലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് കാരണം ആർമേച്ചർ എന്ത് ചെയ്യാം? ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. These forces collectively produces a driving torque which sets the armature rotating. ഈ ഫോഴ്സസ് കാരണം അവിടെ ഒരു ഡ്രൈവിംഗ് ടോർക്ക് ഉണ്ടാകും. ഈ ടോർക്കാണ് എപ്പോഴും ആർമേച്ചറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇതാണ് മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എ ഡി സി മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ ഡി സി മോട്ടോർ. ഡി സി ജനറേറ്ററിന്റെ സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ഡി സി മോട്ടോർ. മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഡി സി ജനറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഡി സി ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ എന്ത് ചെയ്താൽ മതി? ഡി സി മോട്ടോറിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഡി സി മോട്ടോർ ബേസ്ഡ് ഓൺ ഫീൽഡ് എക്സൈറ്റേഷൻസ്. ഡി സി മെഷീൻസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, ഒന്ന് സെൽഫ് എക്സൈറ്റഡ്. പിന്നെ സെൽഫ് എക്സൈറ്റഡിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: സീരീസ് വൗണ്ട്, ഷണ്ട് വൗണ്ട് ആൻഡ് കോമ്പൗണ്ട് വൗണ്ട്. കോമ്പൗണ്ട് വൗണ്ടിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. നമ്മൾ ഡി സിയിലെ ജനറേറ്ററിന്റെ കേസിലും ഇതേപോലത്തെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഓരോ സീരീസ് ആവട്ടെ, ഷണ്ട് ആവട്ടെ, കോമ്പൗണ്ട് ആവട്ടെ, എന്താണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡി സി മോട്ടോറിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ ഡി സി ജനറേറ്ററും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് 2 ടോപ്പിക്സും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ.
Back EMF. Whenever the current carrying conductor is placed in a magnetic field, a torque is induced on the conductor and the torque rotates the conductor which cut the flux of the magnetic field. നമ്മൾ ഒരു കറണ്ട് ഉള്ള ഒരു കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യും. ഈ ടോർക്കാണ് കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ആ സമയത്ത് തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ അവിടെ കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഈ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കറണ്ട് ഉള്ള ഒരു കണ്ടക്ടറിനെ നമ്മൾ ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് കാരണം കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യുക? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. On applying the right hand rule, it is seen that the direction of induced EMF is opposite to the applied voltage. നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ EMFന് കൗണ്ടർ EMF ഓർ ബാക്ക് EMF എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതായത് അപ്ലൈഡ് വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ. The back EMF is developed in series with the applied voltage but opposite in direction. ഈ ബാക്ക് EMF ഉണ്ടാകുന്നത് സീരീസ് ആയിട്ടാണ്. ഇത് അപ്ലൈഡ് വോൾട്ടേജിന് സീരീസ് ആണ്, പക്ഷെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് കൗണ്ടർ EMF അല്ലെങ്കിൽ ബാക്ക് EMF എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഇതാണ് ഒരു സിമ്പിൾ കൺവെൻഷണൽ സർക്യൂട്ട്, ഒരു മെഷീൻ്റെ ഒരു വർക്കിംഗ് ആസ് എ മോട്ടോറിന്റെ ഒരു ഫിഗർ. ഇൻ ദിസ് കേസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാക്ക് EMF ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിനേക്കാളും കുറവാണ് എന്ത്? ബാക്ക് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് between the two is nearly equal when the motor runs under normal conditions. അതായത് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജിന്റെയും ബാക്ക് EMFന്റെയും ഡിഫറൻസ് ഈക്വൽ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ മോട്ടോർ ഒരു നോർമൽ കണ്ടീഷനിൽ റൺ ചെയ്യുമ്പോഴാണ്. The current induces on the motor because of the main supply and the relation between the main supply, back EMF and armature current is given as EB is equal to V minus IaRa. അതായത് മൂന്നിൻ്റെ EB ആണ് നമ്മളെ ബാക്ക് EMF, V ആണ് നമ്മളുടെ അപ്ലൈ വോൾട്ടേജ്, പിന്നെ IaRa ആർമേച്ചർ കറന്റ്. അപ്ലൈഡ് വോൾട്ടേജ് അല്ല ബാക്ക് EMF എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് DC മോട്ടോർ. DC മോട്ടോറിന്റെ 3 അപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് DC ഷണ്ട് മോട്ടോറിൽ അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, DC സീരീസ് മോട്ടോറിൽ ആൻഡ് DC കോമ്പൗണ്ട് മോട്ടോറിൽ. നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാനുള്ളൂ. DC ഷണ്ട് മോട്ടോർ ആയിട്ടുള്ള മെറ്റീരിയൽ എലമെന്റ് ഡിവൈസസ് ആണ് നമ്മളുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഫാന്, മെഷീൻ ടൂൾസ് ഒക്കെ. അതിലൊക്കെ ഈ ടൈപ്പ് മോട്ടോറാണ് യൂസ് ചെയ്യുന്നത്. ഷണ്ട് മോട്ടോറാണ്. അത് കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും അതിന്, ഈ DC ഷണ്ട് മോട്ടോറിൽ. ഇനി DC സീരീസ് മോട്ടോറിലാണെങ്കിൽ അവിടെ വേരിയബിൾ സ്പീഡ് ആയിരിക്കും. സ്പീഡ് വേരിയബിൾ ആണ്, മറ്റടുത്ത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അത് യൂസ് ചെയ്യുന്ന ഡിവൈസസ് നമ്മൾ ക്രെയിന്, ട്രോളി കാർ, വാക്വം ക്ലീനർ, ഹെയർ ഡ്രയർ, ഇതിലൊക്കെ ഏത് മോട്ടോറാണ്? DC സീരീസ് മോട്ടോറാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ DC കോമ്പൗണ്ട് മോട്ടോർ ആണെങ്കിൽ ഇത് അധികം റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് കാരണം ഇതിൽ എപ്പോഴും ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര പൂവറാണ്. അതുകൊണ്ട് ഇത് റെയർ ആയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇൻഡസ്ട്രിയൽ യൂസസിലൊക്കെ ഇതിന്റെ ഡിവൈസസ് എന്ന് പറയുന്നത് എലിവേറ്റർ, റോളിംഗ് മിൽസ്, ഐസ് മെഷീൻസ്, ഇതിലൊക്കെ എന്താണ്? DC കോമ്പൗണ്ട് മോട്ടോർ ആണ് യൂസ് ചെയ്യാറ്. ഇതാണ് DC മോട്ടോറിന്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് DC മോട്ടോറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഇതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ DC ജനറേറ്ററിന്റെ നോക്കിയിട്ട് പഠിക്കുക. ബാക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയാലും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.